ഗ്രൂപ്പിലിടുക ടീച്ചറെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാ. നമുക്ക് സൂറത്ത് ആല ഇമ്രാനിലേക്ക് പോകാം. 2-3 ആഴ്ചയായി തോന്നുന്നു സൂറത്ത് ആല ഇമ്രാൻ എടുക്കാത്തത് അല്ലേ? എത്രാമത്തെ ആയത്താണ് ഇനി എടുക്കേണ്ടത് ഓർമ്മയുണ്ടോ? 110 അല്ലേ എടുത്തത് അല്ലേ? എന്താ ആരും ഉണ്ടാത്തെ? മ്യൂട്ട് ചെയ്തിനാ? ഇല്ലല്ലോ. ആർക്കും ഓർമ്മയില്ല, കുറെ നാളായതുകൊണ്ട് ഇല്ലേ? ഖുറാൻ എടുത്തിട്ട് മുന്നിൽ വെച്ചാൽ നല്ലതായിരിക്കുവേ. ഖുറാൻ എടുക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുറാൻ തുറന്നു വെച്ചിട്ട് പിന്നെ ക്ലാസ് കേൾക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. എന്നാലും നമുക്ക് ആ ആയത്തുകൾ നമ്മുടെ മനസ്സിൽ പതിയും. ഇൻഷാ അല്ലാഹ്. ആരോ ഒരാളെന്തോ ചോദിച്ചിന്, എന്താ വൈകുന്നേരത്തെ ദുആ ഇടോന്ന് ചോദിച്ചു. ഞാൻ തരാം. രാവിലത്തെ വൈകുന്നേരത്തെ ദിക്കറുകള് പലപ്പോഴും നമ്മള് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിനല്ലോ അല്ലെ? അതിന്റെ PDF ഇട്ടാ മതി, അതാകുമ്പോ കൂടുതൽ യൂസ്ഫുൾ ആകും. സബ് ഗ്രൂപ്പിൽ ഇട്ടോണ്ടിട്ടാ, ഞങ്ങളെ കയ്യിലുള്ളു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون لن يضروكم إلا أذى وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. എത്രാമത്തെ ആയത്താ? 110-ാമത്തെ ആയത്താ ഓതിയത്. ഇപ്പൊ 110 സൂറത്ത് ആല ഇമ്രാന് 110. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നല്ലേ, നമ്മളെ കുറിച്ചാ പറയുന്നത് ഇവിടെ. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും അഭിമാനത്തോടെ കാണേണ്ട ഒരു ആയത്താണിത്. കുന്തും നിങ്ങളാകുന്നു, ഖൈറ ഉമ്മത്തിൻ ഏറ്റവും ഉത്തമ സമുദായമായത്, ഉഖ്രിജത് ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും ഉത്തമ സമുദായമാണെന്ത്? നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ് നിങ്ങൾ എന്താണ്? നന്മ കൊണ്ട്, സദാചാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ ദുരാചാരത്തെ പറ്റി നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുന്നു. വതുഅ്മിനൂന ബില്ലാഹ് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും വേദക്കാർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അത് അവർക്ക് ഖൈറാകുമായിരുന്നു. എന്നാൽ മിൻഹുമുൽ മുഅ്മിനൂന വഅക്സറുഹുമുൽ ഫാസിഖൂൻ അവരിൽ വിശ്വാസികളുണ്ട്, അവരിൽ സത്യവിശ്വാസികളുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും എന്താണ്? തോന്നിവാസികളാണ്, ധിക്കാരികളാകുന്നു. ഈ ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടേനു. അപ്പൊ നമ്മള് ഇവിടെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലെ? അല്ലാഹു തആല പറയുന്നുണ്ട്, കുന്തും ഖൈറ ഉമ്മ നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം എന്ന്. ജനങ്ങൾക്ക്, മനുഷ്യർക്ക് വേണ്ടി കൊണ്ടുവന്ന സമൂഹങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ക്വാളിറ്റി ഇന്ന് നമ്മൾ അത് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഖൈറ ഉമ്മാന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സമൂഹത്തെയാണ് പറഞ്ഞത് അല്ലെ? നാളെ പരലോകത്ത്
ഓരോ സമുദായത്തെയും കൊണ്ടുവരുമ്പോ ശരിക്കും ഏറ്റവും അവസാനത്തെ സമുദായവും ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതും ഈ ഒരു സമുദായമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് ആ ഒരു ഇതിൽ ഉൾപ്പെടാൻ കഴിയോ? നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് ആണല്ലോ. എന്നാൽ ആ ഉമ്മത്തിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്താകണമെന്നില്ല, ഈ പറഞ്ഞ ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്നില്ല അല്ലെ. ആ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാകണം. അതാണ് പറഞ്ഞത് എന്ത്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ സദാചാരം കൊണ്ട് കൽപ്പിക്കലും ദുരാചാരം കൊണ്ട് വിരോധിക്കലും. വെറുക്കപ്പെട്ട കാര്യങ്ങൾ അല്ലെ വിരോധിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ശരിക്കും ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു സമൂഹം നശിക്കാൻ കാരണമാകുന്നത് ഈ ഒരു കാര്യം അവരിൽ ഇല്ലാതാകുമ്പോഴാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെയല്ലേ അല്ലെ. ഇന്ന് ശരിക്കും നമ്മളെ മക്കളെ പോലും നമുക്ക് പേടിയാണ് അല്ലെ. ഒരു നന്മ കൽപ്പിക്കാൻ അവരോട് പറയാന് ഇന്ന് ഭയമാണ്. എന്താണ് പറഞ്ഞാല് സംഭവിക്കാന്ന് നമുക്കറിയില്ല അല്ലെ. ആരോടൊന്നും പറയാൻ കഴിയാത്തൊരു വല്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു കാര്യം എന്താകുന്നില്ല, നിറവേറ്റപ്പെടുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. പിന്നെ അള്ളാഹുൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളിൽ ഉത്തമർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ അള്ളാഹു ഏറ്റവും ഉത്തമ സമുദായമാക്കിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങളിൽ ഉത്തമർ ഇന്ന ആളുകളാണ്, നിങ്ങളിൽ ശ്രേഷ്ഠർ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വിഭാഗത്തിൽ എല്ലാത്തിലും ഉൾപ്പെടാന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ് അല്ലെ. പക്ഷെ അങ്ങനെ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, നമ്മൾ രക്ഷപ്പെട്ട്. അത് അത്രയും ശ്രേഷ്ഠമായിരിക്കും. ആ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും എന്താണ്, അത് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പൊ അതെന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞാലല്ലേ നമുക്ക് ഖൈർ ഉമ്മത്ത് ആകണ്ടേ അല്ലെ. നമ്മളൊരു ഉത്തമ സമുദായമായിട്ട് അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തമരാകാനുള്ള ക്വാളിറ്റീസ് എന്തെല്ലാമെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമ്മളതിലുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങളൊരു പെന്നും ബുക്കും എടുത്തിട്ട് കയ്യിൽ കരുതിയിട്ട് ഞാൻ ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഓരോരുത്തരിലും ഉണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കും, എഴുതി വെക്ക്. എന്തിനാ എഴുതി വെക്കാൻ പറയുന്ന അറിയോ? ഇല്ലെങ്കിൽ നമുക്ക് ആ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ് അല്ലെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മൾ അതിന് തെരഞ്ഞെടുത്തു അല്ലെ. നമ്മൾ പഠിതാക്കളായിക്കൊണ്ട് പഠിപ്പിക്കുന്നവരായിക്കൊണ്ട് ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ അള്ളാഹു ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഖൈർ അള്ളാഹ് നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ ആ ഒരു ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയത് അല്ലെ. ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മൾ അതിലേക്ക് പ്രത്യേകം തെരഞ്ഞെടുത്ത. അൽഹംദുലില്ലാഹ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. പിന്നെ അടുത്തൊരു ഹദീസ് എന്താ പറയുന്നത് അറിയോ? വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുലുഖാ. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമൻ ഭാര്യമാരോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. അപ്പം തന്റെ ഇണയോട് നല്ല നിലയിൽ പെരുമാറുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരാട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. കുടുംബത്തോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നുള്ളത് അത് നിങ്ങളിൽ ഉത്തമന്മാർക്കേ അത് കഴിയൂ. നിങ്ങളിൽ ഉത്തമനായാലേ അതിന് സാധിക്കൂ. നമ്മള് അത് ഇതേപോലത്തെ വേറൊരു ഹദീസ് ഉണ്ട്. ഖൈറുക്കും ലി അഹ്ലി വഅന ഖൈറുക്കും ലി അഹ്ലി.
അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഉത്തമൻ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. ഞാൻ നിങ്ങളിൽ തന്റെ ഇണയോട് നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ്. അവിടെ കുടുംബത്തോട് എന്നും അർത്ഥം പറയുന്നുണ്ട്. അഹലി, തന്റെ കുടുംബത്തോട്, തന്റെ ഇണയോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. പിന്നെന്താ പറയുന്ന അറിയോ? ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ. ഓരോ ഹദീസാണ് ഇതെല്ലാം. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മോശപ്പെട്ട സ്വഭാവക്കാരനായിരുന്നില്ല, അശ്ലീലം സംസാരിച്ചിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സൽ സ്വഭാവമുള്ളവരാണ്. അശ്ലീലം അല്ലെ, അശ്ലീലത സംസാരിക്ക, പറയാ, കാണാ, കേൾക്ക, ഇതൊന്നും ഒരു ഖൈറായ ഒരാളില് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ ഖൈറാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അശ്ലീലത ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അല്ലെ. സ്വഭാവം ഏറ്റവും നല്ലതാകണം, സൽ സ്വഭാവം. അഹ്സനക്കും അഖ്ലാഖ. നിങ്ങൾ സ്വഭാവം നല്ലതാണെങ്കിൽ അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. 3 കാര്യം പറഞ്ഞേ നമ്മള്. ഈ 3 നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കാം. ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു ഹദീസ് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരുന്നപ്പോൾ അൻസാരിയായ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. ശേഷം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അദ്ദേഹം ചോദിച്ചതാണ്, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ? ഖാല അഹ്സനുഹും ഖുലുഖാ. അവരിൽ നല്ല സ്വഭാവമുള്ളവരാണ് ഏറ്റവും നല്ലവർ. വിശ്വാസിയായിട്ട് ഏറ്റവും നല്ലതാണെങ്കിൽ അവന് ഖുലുഖ് അല്ലെ, സ്വഭാവം നല്ലതാകണം എന്ന് പറയുന്നത്. വേറൊന്ന്, അടുത്തൊരു ഹദീസ് എന്താ പറയുന്നത്? ഖൈറുക്കും അഹ്സനുക്കും ഖദാഅ. അത് കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. കടം നല്ല നിലയിൽ കൊടുത്തു വീട്ടുന്നവൻ. ഒരാളോട് കടം വാങ്ങി, ഇത്ര തീയതിക്കുള്ളിൽ തിരിച്ചു തരാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ കൊടുക്കാണ്ട് ഉരുട്ടി കളിക്ക, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാണ്ടിക്ക, പിന്നെ അവരെ മുഖം കാണിക്കാണ്ടിക്ക, അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കളിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. അത് അത്ര നല്ല സ്വഭാവമല്ല. നമ്മൾ മേടിച്ചാല് തിരിച്ചു കൊടുക്കണം. ഇനി എന്തെങ്കിലും കാരണത്താൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ കാര്യം അവരെ അറിയിക്കണം അല്ലെ. മാന്യമായ രീതിയിൽ അത് ഡീൽ ചെയ്യണം. അല്ലാണ്ട് ഒഴിഞ്ഞു മാറി കളിക്കലല്ല. അതത്ര നല്ല ശീലമല്ല. കടം നല്ല നിലയിൽ കൊടുത്തു വിടുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ. ഇപ്പൊ നമ്മൾ ബുദ്ധിമുട്ടിയ സമയത്ത് നമ്മൾ ആരെങ്കിലും കടം തന്ന് സഹായിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിലായാലും നമ്മൾ ചോദിച്ചിട്ടൊന്നായിരിക്കുമല്ലോ ചിലപ്പോ തന്നെ. നമ്മൾ അവസ്ഥ കണ്ടിട്ട് തൽക്കാലം നീ ഇത് വെക്ക്, നിങ്ങക്ക് പിന്നെ ഉണ്ടാവുമ്പോ തന്നാ മതി എന്നെല്ലാം 10 ചില ആൾക്കാരെല്ലാം കൊടുക്കും അല്ലെ. ഇനി പിന്നെ അയാൾ ചോദിച്ചാലും ചിലപ്പോ തിരിച്ചു കൊടുക്കില്ല. ഉണ്ടാവുമ്പോ തന്നാ മതി എന്നല്ലേ പറഞ്ഞിനെ. അങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. അതെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വരുമ്പോ തന്നെ പെട്ടെന്ന് തന്നെ അത് കൊടുത്തു തീർക്കാന് ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. വേറൊരു ഹദീസിൽ പറയുന്ന, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കടം വീട്ടാൻ ആവശ്യപ്പെട്ട ഒരാൾ വന്നു. അപ്പോ അയാൾ വളരെ പരുഷമായി സംസാരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾക്ക് ഒരു മനപ്രയാസം ഉണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾ അയാളെ വിട്ടേക്കുക, അവകാശിക്ക് സംസാരിക്കാൻ അധികാരമുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയാൾ തന്ന ഒട്ടകത്തിന്റെ തുല്യ പ്രായമുള്ള ഒരു ഒട്ടകത്തെ അയാൾക്ക് നൽകുക. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അയാളുടെ ഒട്ടകത്തെക്കാൾ കൂടുതൽ പ്രായമായതിനെ, മെച്ചപ്പെട്ടതിനെ അല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് കൊടുത്തേക്കൂ, നിങ്ങൾ ഉത്തമൻ, നല്ല നിലയിൽ കടം വീട്ടുന്നവനാണ്. അതായത് ഇപ്പൊ നമ്മളെ ആരെങ്കിലും വിഷമ സമയത്ത് പിന്നെ നമ്മളെ സഹായിച്ച് കുറച്ച് പൈസ വന്നിട്ട് സഹായിച്ചു, അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോ കുറച്ചധികം സന്തോഷത്തിന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അത് പലിശയിലൊന്നും വരൂല കേട്ടാ. പലിശ കണത്തിലല്ലാണ്ട്
ഒരു സന്തോഷത്തിന് നമ്മൾ അവർക്ക് എന്താ, അവരും ആവശ്യക്കാരാണ്, പക്ഷെ അവരുള്ളിടത്തു നിന്ന് അവർ തന്നതാണ്. അങ്ങനൊക്കെ ആകുമ്പോ ഇപ്പൊ ഇത് ചെറിയ ഒട്ടകാന്ന് കൊടുത്തത്, പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോൾ വലിയ ഒട്ടകം കൊടുത്തോളൂ എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് കൂടുതലായി പോയാൽ കുഴപ്പമില്ല, കുറഞ്ഞു പോകണ്ട കേട്ടാ. കൊടുക്കുന്നത് തിരിച്ചു കൊടുക്കുന്നത് കുറഞ്ഞു പോകണ്ട, കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ പറയുന്നത് എന്താ അറിയോ, നന്മ മാത്രം പ്രവർത്തിക്കുന്നവൻ. ഒരു വിശ്വാസി നന്മ മാത്രം പ്രവർത്തിക്കുന്നവനായിരിക്കണം എന്ന് പറയുന്നു. എത്ര ചെറിയ നന്മയായാലും അത് അനുഷ്ഠിക്കുന്ന കാര്യത്തെ നിസ്സാരമായി കാണാൻ പാടില്ല. പിന്നെ ഒരു സത്യവിശ്വാസി ഒരു തിന്മയും പ്രവർത്തിക്കാത്തവനായിരിക്കണം. എത്ര ചെറിയ തിന്മയായാലും അത് ഉപേക്ഷിക്കുന്ന കാര്യത്തെ നിസ്സാരമായി കാണാൻ പാടില്ല. ഖൈറുക്കും മൻ യുർജ ഖൈറുഹു വയുഅ്മനു ശർറുഹു. അതാ പറഞ്ഞത്, നിങ്ങളിൽ ഉത്തമർ തങ്ങളുടെ നന്മയെ പ്രതീക്ഷിക്കുന്നവരും തങ്ങളുടെ തിന്മയിൽ നിന്നും ആളുകൾ സുരക്ഷിതരായവരുമാണ്. അതായത് ഒരു നന്മ പോലും ഉപേക്ഷിക്കാത്ത, ഒരു തിന്മ പോലും ചെയ്യാത്ത, എത്ര ചെറിയ നന്മയാണെങ്കിലും അത് ഒഴിവാക്കൂല, അത് ചെയ്യും. എത്ര ചെറിയ തിന്മയാണെങ്കിലും അത് ചെയ്യൂല, അത് ഉപേക്ഷിക്കും. അതെല്ലാം ചെറിയ കാര്യമില്ല, അതെല്ലാം നിസ്സാരമല്ലേ എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയൂല. സുബ്ഹാനല്ലാഹ്. ഇത് നിങ്ങളിൽ ഉത്തമൻ എന്നുള്ള പറഞ്ഞതാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ല അല്ലെ. തിന്മകള് കാര്യത്തിൽ എന്താ നിലപാട്? നമ്മളെ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട് എന്താ? അതല്ല ഇപ്പൊ എല്ലാരും ചെയ്യുന്നതല്ലേ അല്ലെ. അതുകൊണ്ട് ഇപ്പോ എല്ലാരും ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. ആൾക്കാർക്ക് എങ്ങനെയാ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? നമ്മളെ തിന്മകൾ നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോയി, അതുകൊണ്ടാണ് അല്ലെ. അനാവശ്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതൊന്നും അതെല്ലാം എല്ലാവരും ചെയ്യുന്നതല്ലേ അല്ലെ, അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മളായി മാറി. നമ്മളും അങ്ങനെ ആയി, നമ്മളും കാണുന്നു, നമ്മളും കേൾക്കുന്നു അല്ലെ. പാട്ടൊന്നും കേൾക്കുന്നതിന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാലോ. അല്ലാഹു അക്ബർ. അല്ലാഹു തിന്മകളെ തിന്മയായി കാണാനും അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത് പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശരിക്കും തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തന്നെ എന്താ പറയുക, ഒരു ഡെഫിനേഷൻ പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കായില്ലേ. എന്താണ് തഖ്വ എന്നുള്ളത്? അവസാന കാലം ഖിയാമത്ത് നാളൊക്കെ അടുക്കുമ്പോ ഭയഭക്തി ഉയർത്തപ്പെടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഉയർത്തിപ്പോയോ അല്ലാഹുവേ അല്ലേ? ഭയഭക്തി ഖുശൂ ഉയർത്തപ്പെടുന്നു പറയുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നന്മയെ പ്രതീക്ഷിക്കുന്നവരും തിന്മയിൽ നിന്ന് ആളുകൾ സുരക്ഷിതരായവരും, അതാ നിങ്ങൾ ഉത്തമൻ. പിന്നെന്താ പറയുന്ന അറിയോ? മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. അത് ഒരാൾ ചോദിക്കാന്, യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്, ജനങ്ങളിൽ ഉത്തമൻ ആരാന്ന് റസൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കുകയും എന്നിട്ട് നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹു അല്ലെ, നമുക്ക് അള്ളാഹു ആയുസ് തരുന്ന കാലത്തോളം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എപ്പോഴും പ്രാർത്ഥിക്കണം, എത്ര പ്രായമായാലും നല്ല ആഫിയത്തോടെ അള്ളാഹ് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ അല്ലെ. അള്ളാഹുവിന്റെ കലാം ഇങ്ങനെ പഠിച്ചും പാരായണം ചെയ്തും മനഃപ്പാടമാക്കിയും അങ്ങനെ മരിക്കുന്നത് വരെ ഈ ഒരു ഖുർആനിന്റെ അഹ്ലായിട്ട് നല്ല ഓർമ്മയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖോടുകൂടി അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം എല്ലാം അള്ളാഹു നീട്ടി തരട്ടെ. ആമീൻ. ആയുസ്സും ആരോഗ്യം ചോദിക്കുമ്പോ ഈ പറഞ്ഞത് ചോദിക്കണം, ഹൈറ് പ്രവർത്തിക്കാനുള്ള തൗഫീഖ്. എടോ, ഇത് ഞാനെടുത്ത തീരുമാനമല്ല, സ്വറന്താത്ത പറഞ്ഞാണ്. പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ അങ്ങനെ പറഞ്ഞതാ. ആയിക്കോട്ടെ, സാരില്ല കേട്ടാ. അല്ലാഹു അക്ബർ. അപ്പോ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടിയിട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാല് അല്ലെ. അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആരുണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നോമ്പുകാരനായി? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറയുന്നു, ഞാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ചോദ്യം, ആരുണ്ട് ഇന്ന് നിങ്ങളിൽ ജനാസയെ അനുഗമിച്ചവൻ?
അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട് നബിയെ, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച്, ആരുണ്ട് ഈ ദിനത്തിൽ പിന്നെ പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചവനായിട്ടുള്ളത് ഇന്ന്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലെ, ഞാനുണ്ട് നബിയെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരിലാണോ ഈ കാര്യങ്ങൾ ഒരുമിക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, അല്ലെ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കളിൽപ്പെട്ട ഒരാളാണല്ലേ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആളാണല്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സുബൈറുബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉർവത്ത് ബിൻ സുബൈർ റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 94 തന്റെ 67 വയസ്സിലാണ് മരണപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം നോമ്പുകാരനായിരുന്നു എന്നാ പറയുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ പറയുന്നത് എന്ന് വെച്ചാല്, പിന്നെ നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടിട്ടെങ്കിലും അദ്ദേഹം അതിന് കൂട്ടാക്കാതെ നോമ്പ് തുടർത്തുകയായിരുന്നു. അല്ല, അതെല്ലാം ഒരു വലിയ സൗഭാഗ്യം. ഒരു ഇബാദത്തിലായിക്കൊണ്ടിരിക്കെ മരണപ്പെടാൻ കഴിയാന്ന് പറയുന്നതൊക്കെ. സുബ്ഹാനല്ലാഹ്. അതാ നമ്മൾക്ക് അള്ളാഹു ആയുസ് തരുന്നെങ്കിൽ ആരോഗ്യം തരട്ടെ. നോമ്പെടുക്കാനും നിസ്കരിക്കാനും അല്ലെ ഖുർആൻ ഓതാനും എല്ലാം നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ആഫിയത്ത്, അതിനാണ് അള്ളാഹ് ആഫിയത്തിന് ചോദിക്കാൻ പറയും നമ്മളോട്, അല്ലെ? നമ്മൾ ആഫിയത്തിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ആഫിയത്ത് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമുക്ക് എല്ലാത്തിനും ആഫിയത്ത് വേണം. നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആഫിയത്ത് വേണം, അല്ലെ? നമ്മളെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ആഫിയത്ത് വേണം. നമ്മളെ മക്കളെ നോക്കണമെങ്കിൽ, നമ്മളെ മാതാപിതാക്കളെ പരിചരിക്കണമെങ്കിൽ, നമ്മളെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ആഫിയത്ത് അത്യാവശ്യം. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അല്ലെ? ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ആ പ്രാർത്ഥനയിൽ ഇത് മറക്കാതെ ചോദിക്കണം. പിന്നെ പറയുന്നത് എന്താ? നിങ്ങളിൽ ഉത്തമർ നമസ്കാരത്തിൽ സൊഫ് ശരിയാക്കി നിൽക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പരസ്പരം ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് പറയുന്നത് ഖിയാറുക്കും അലിയനുക്കും മനാകിബ ഫി സ്വലാത്ത്, അതായത് നിങ്ങളിൽ ഉത്തമർ നിസ്കാരത്തിൽ തോളുകൾ മയപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെ നമ്മള് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെ? ശരിക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട്, ഒരു പ്രയാസമായിട്ട് തോന്നാൻ പാടില്ല. ഒരു ബുദ്ധിമുട്ടാകാത്ത രൂപത്തില് തോളുകൾ തോളോട് ചേർന്ന്, അല്ലെ? പിന്നെ കാലിന്റെ പിന്നെ പാദങ്ങളെ ചേർത്ത് വെച്ചിട്ട് അങ്ങനെ നിസ്കരിക്കുമ്പോ അതില് ശരിക്കും ഒരുപാട് ഖൈറുണ്ട്. ഖിയാറുക്കും എന്ന് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിലൊക്കെ ഉൾപ്പെടണ്ടേ? അതുപോലെ പിന്നെ പറഞ്ഞൊരു കാര്യമാണ് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാന്നുള്ളത്. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലും അതുപോലെ സലാം മടക്കുന്നതും. ഖൈറുക്കും മൻ അത്അമ അത്അമ വറദ്ദ സലാം, നിങ്ങളിൽ ഉത്തമർ ആഹാരം ഭക്ഷിപ്പിക്കുന്നവരും സലാം മടക്കുന്നവരുമാണ്. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാന്നുള്ളത് അത് നിങ്ങളിൽ ഉത്തമർക്കായി കഴിയൂ. മനസ്സറിഞ്ഞ്, അല്ലെ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ, തിന്നിപ്പിക്കാൻ. അതുപോലെ സലാം മടക്കുന്ന കാര്യത്തിലും ശരിക്കും ചില ആൾക്കാർക്ക് ഭയങ്കര പിശുക്കാണ് സലാം പറയാനും മടക്കാനും. ഈ സലാം പറയുന്ന കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എന്താ പഠിച്ചത് സലാം പറയുന്ന വിഷയത്തില്? ആരോടാ സലാം പറയണ്ടേ? ഒന്ന് പറഞ്ഞാട്ടെ. ആരെങ്കിലും ഒന്ന് പറ. എല്ലാ സത്യവിശ്വാസികളോടും സലാം പറയണം, അല്ലെ? നിങ്ങൾക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയണം നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്നിട്ടില്ലേ നിങ്ങളില്ലേ ഒരു കല്യാണ വീട്ടിൽ പോയി വിചാരിക്കേ, അവിടെ മുസ്ലിമായ ഒരാളെ വീട്ടിലെ കല്യാണ വീട്, അവിടെ മിക്ക ആൾക്കാരും മുസ്ലിം ആയിരിക്കും, അല്ലെ? എന്നിട്ട് നമ്മൾ ആരോടല്ല സലാം പറയല്? നമുക്ക് അറിയുന്ന അടുത്ത്.
അറിയുന്ന ആളടുത്ത് മാത്രം പറ. അറിയാത്തവരോടും പറയാ. അപ്പൊ എന്നാലും അറിയാത്തവരും നമുക്കൊരു പറയരുത്. സ്റ്റാർട്ടിങ് കിട്ടും. അത് പറഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മള് എന്തോ ബന്ധമുള്ള പോലെ ആവും. ആ ശരിക്കും ഞാനത് ഇപ്പൊ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ടേ. എന്നറിയില്ലേ, അവരെന്നോട് ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയോ, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? ഞാൻ പറയും ഇല്ല, നിങ്ങൾ എനിക്ക് അറിയൂല, ഞാൻ വെറുതെ സലാം പറഞ്ഞതാണ്. ഒരു ദിവസം ടൗണിൽ ഒരു ആവശ്യത്തിന് മാപ്പിളിന്റെ പോയിട്ട് പിന്നെ വരുമ്പോ ഒരു പള്ളി കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിങ്ങനെ കാണുന്ന ആളോട് ഞാൻ സലാം പറഞ്ഞേ. പിന്നെ അപ്പോ ഇറങ്ങുമ്പോ ഇതുപോലെ കണ്ടപ്പോ ഒരാള് സലാം പറഞ്ഞു, കൈ കൊടുത്തിട്ട് തന്നെ സലാം പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ഒരു സുന്നത്ത് നമ്മൾ ഹയാത്താക്കണ്ടേ, നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ അറിയുന്ന ആളെ കാണുമ്പോൾ മാത്രം സലാം പറയാന്നുള്ളൊരു സിസ്റ്റം. പിന്നെ ഇപ്പം പള്ളിയിലെല്ലാം പോകുമ്പോൾ നോർമലി കുഴപ്പമില്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കല്യാണ വീട്ടിലില്ലേ നമ്മൾ അറിയാത്തവരോട് സലാം പറയുമ്പോൾ ഒരു ഭയങ്കര ആശ്ചര്യത്തോടെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്ന ഒരു പ്രവണത കാണും. നമ്മൾ ആ ഒരു സിസ്റ്റം മാറ്റണം, നമുക്ക് കൊണ്ടുവരണം. അത് നമുക്ക് അത് പ്രാവർത്തികമാക്കി നമ്മുടെ കൊണ്ടുവരണം. നാട്ടില് നമ്മൾ പറയാറുണ്ട്. എടുത്തമായിക്ക് ഞങ്ങളറിയോ സലാം ചൊല്ലി അമ്മ എല്ലാവർക്കും സലാം ചെല്ലാല. അതെ നമ്മൾ അതാ പൊതുവേ അത് അറിയാത്തടത്തെല്ലാം ചിരിക്കല്ലേ ഉള്ളൂ അല്ലെ. അതെ അതാ ഞാൻ പറയുന്നത്, ഇനി മുതലില്ലേ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാരും പ്രാക്ടിക്കൽ ആക്കണേ. അന്നേരം ഇല്ലേ അത് ശരിയാവും. പണ്ടില്ലേ ഈ സലാം പറയൽ തന്നെ വ്യാപകമായിട്ടില്ലേനും അല്ലേ. പിന്നെ എല്ലാരും ഒന്നും സലാം പറയുന്നില്ല. പണ്ട് മുജാഹിദിന്റെ ആൾക്കാർ മാത്രം ഇല്ല സലാം ഇല്ല ഇല്ല. പറയുന്നു. പിന്നെ ഇപ്പൊ അത് മാഷാ അല്ലാ അൽഹംദുലില്ലാ അത് സജീവമായില്ലേ. ഇനി നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ നമുക്ക് വെറുതെ നമ്മളൊന്ന് ചിരിക്കുമ്പോ അസ്സലാമു അലൈക്കും പറയാം, ഒന്നും അത് വേണ്ട. നമ്മുടെ നാട്ടിലെ മാത്രമേ ഉള്ളൂ. അറിയുന്നവരോട്ട് പറയാ. ഈ ഗൾഫ് നാട്ടിലൊക്കെ അറബ്സ് നമ്മളെ കണ്ടാൽ ആരെ കണ്ടാലും സലാം പറയും. അതെ അസ്സലാമു അതെ അലൈക്കും അതെ, മാഷാ അല്ലാ മാഷാ, അത് വറഹ്മത്തുള്ളാഹി ശരിയാണ്. വബറകാതുഹു. അറബി നാട്ടിൽ പോയാൽ ഈ കാര്യം ഭയങ്കര കറക്റ്റ് ആണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ അത് വേറെ തന്നെ ഒരു സിറ്റുവേഷൻ ആണല്ലോ അല്ലെ. പിന്നെ മക്കത്തെല്ലാം പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്, എല്ലാരും സലാം പറയും മടക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട്ടില് ആ ഒരു ഇത് ശരിയായിട്ടില്ല. ആ ഒരു കാര്യം ശരിയായി വരണം. ഇപ്പൊ പള്ളിയിലെല്ലാം പോയാൽ ചിലപ്പോ പള്ളി കയറുമ്പോ എല്ലാവരോടും അസ്സലാമു അലൈക്കും എന്നിട്ട് കയറലും പിന്നെ പോക്ക് അങ്ങനെയല്ല ഉണ്ടാവും. അവിടെ പോലും നമുക്കൊരു വേർതിരിവ് ഉണ്ട് എന്തായാലും, എവിടെയാണെങ്കിലും. നമ്മള് ബസ്സിൽ കേറിയിട്ട് തൊട്ടടുത്ത് ഇരിക്കുന്ന ആളോട് സലാം ചെല്ലേ ചോദിച്ചു നിങ്ങൾ ആരാന്ന്. ആ അതെ അതാണ്. അത് നമ്മളിത് ഇനി നമ്മളിപ്പം കുറച്ച് ആൾക്കാർ ഇത് കേൾക്കുന്ന ആൾക്കാരെല്ലാം ഇതൊന്ന് പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരുമ്പോ ഇൻഷാ അല്ലാ ഒരു കർമ്മ ഒരു അള്ളാന്റെ റസൂല് നിർദ്ദേശിച്ച ഒരു കർമ്മത്തെ പ്രാവർത്തികമാക്കാനുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലക്ക് നമ്മളത് തുടങ്ങി വെക്കുക. ഒരു മടിയും വിചാരിക്കണ്ട. നമുക്ക് അറിയുന്ന ആളോടും അറിയാത്ത ആളോടും എല്ലാരോടും എന്താക്കാന് സലാം പറയാൻ. ഇൻഷാ അല്ലാ ഒരു തീരുമാനം എടുക്ക്. അത് ഒരു ഹൈറായിരിക്കും ഞാൻ വിചാരിക്കും. അത് ഒരു നന്മയിലേക്ക് നമ്മൾ എത്തിക്കും തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാ. നമുക്ക് സലാം. എല്ലാരും മ്യൂട്ട് ചെയ്തോ, എന്തോ ഒരു അപശബ്ദം വരുന്നു. ഇൻഷാ അല്ലാ. അപ്പം നമ്മളിങ്ങനെ കേൾക്കുന്നതിനെ കൊണ്ട് മാറ്റങ്ങൾ വേണ്ടേ നമ്മുടെ ജീവിതത്തില് അല്ലെ. മാറ്റങ്ങൾ വരണം. ഇതെന്ന് വെച്ചാല് അത്രയും ഭയങ്കരമായിട്ട് പറഞ്ഞ കാര്യമാണ്. സലാം പറയലും സലാം മടക്കലും ഇല്ല. അതുപോലെ തന്നെ പറയുമ്പോഴും മടക്കുമ്പോഴും പിശുക്ക് കാണിക്കണ്ട കേട്ടോ ആരും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാല് മതി, ഓക്കെ ആയി. ഇപ്പൊ അറിയാത്ത ആളടുത്തെല്ലാം പറയുമ്പോ ഇങ്ങനെ പറഞ്ഞ അസ്സലാമു അലൈക്കും മതി. നല്ലോണം അറിയുമ്പോ നമ്മൾ എന്താക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലേ. എന്തൊരു രസാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആരോടോ ഒരിക്കൽ ഇതുപോലെ പിന്നെ സലാം പറഞ്ഞപ്പോ ഫോൺ വിളിച്ചിട്ട് സലാം പറഞ്ഞപ്പോ ഖുതുബ പറയാൻ തുടങ്ങുന്നതാണോ എന്ന് ചോദിച്ചു. ഖുതുബ പറയാൻ പോയിരുന്നു. അന്നേരം ഖുതുബയിലെല്ലാം ഇങ്ങനെയെല്ലാം പറയും എന്നുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മള് ഖുതുബ തന്നെ എപ്പോഴും പറയുന്നു പറഞ്ഞേക്കാം. എന്നിട്ട് ഈ രീതിയിൽ നമ്മൾ സലാം പറയല് സലാം അടക്കല് ശരിക്കും ഭയങ്കര സമാധാനം, മനസ്സുകൾക്കിടയിൽ ഐക്യം, സ്നേഹം എല്ലാം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അല്ലെ. അഫ്ഷുസലാം ബൈനക്കും എന്നല്ല പറഞ്ഞേ. എല്ലാത്തിനും അത് ഭയങ്കര ഹൈറാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരുമാണത്. അപ്പം സലാം പറയുന്നതും സലാം മടക്കുന്നതും നല്ല വൃത്തിക്ക്. ചില ആൾക്കാർ കേൾക്കും. കുട്ടികളെല്ലാം വീട്ടിൽ ഇങ്ങനെ സലാം അലൈക്കും കയറുമ്പോ നമ്മൾ അവർ കേൾക്കത്തക്ക തന്നെ മറുപടി പറയാം. വഅലൈക്കും അസ്സലാം വറഹ്മ. നമ്മളെ മക്കളല്ലേ, കിട്ടട്ടെ അവർക്ക് അല്ലേ. റഹ്മത്തും ബർക്കത്തും എല്ലാം കിട്ടട്ടെ. നല്ല റാഹത്തില് എപ്പോഴും സലാം പറയാനും മടക്കാനും പരിശ്രമിക്കാം. കാരണം അത് ഭയങ്കര ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സലാമിന്റെ കാര്യം പറഞ്ഞിപ്പോ ഒരാളെ കയറി വരുമ്പോ അസ്സലാമു അലൈക്കും പറയാൻ. മാഷാ അല്ലാ.
ഭക്ഷണം ഭക്ഷിപ്പിക്കുന്ന കാര്യം അതുപോലെ തന്നെ. കടന്നോ? അതന്നെ ഈ അന്യ പുരുഷന്മാർക്ക് സലാം പറയാൻ പാടില്ല ടീച്ചറെ. അതെ അതെ അതെ. അന്യപുരുഷന്മാരെ ഒറ്റക്കാണെങ്കിൽ നമ്മൾ സലാം പറയാൻ പാടില്ല. കുറെ ആൾക്കാർ ഒന്നിച്ചുള്ളതാണെങ്കിൽ പറയുന്നതിന് വിരോധമില്ല. അതുപോലെ ഫോൺ വിളിച്ചാൽ അപ്പുറമുള്ള ആൾക്കാർ അന്യ ആൾക്കാരാണെങ്കിൽ നമ്മള് സലാം അടക്കാനും പറയാനും പാടില്ലല്ലോ. പറയാൻ പാടില്ല. പക്ഷെ അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ പറയുന്നു. പിന്നുണ്ടല്ലോ ടീച്ചർ, ഇപ്പൊ സലാമിന്റെ വിഷയം എടുത്തത് കൊണ്ട് പറയുവാണ്. ചില ആൾക്കാർ സലാം പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കുറെ പ്രാവശ്യം ഞാനിങ്ങനെ കേൾക്കാറുണ്ട്. അസ്സലാമു അലൈക്കും എന്തൊക്കെയോ അർത്ഥമില്ലാണ്ട് പറയാം, ഹർക്കത്തുകളും മഖ്റജുകളൊക്കെ. ഒന്നും അതിന് നല്ല ദുആയാണ് സലാം എന്ന് പറഞ്ഞാല്. അതെ വെറുതെ അതെ ഒരു അതെ, നമ്മള് ശരിയാണ്, അത് നേരം ശരിയാണ്. പോക്കിന് മാഷാ പറയുമല്ല. അല്ലാ. അതെ, അത് ശ്രദ്ധിക്കണം ഹർക്കത്തുകളും ശരിക്കും. മഖ്റജുകളും ഒരു അക്ഷരം തെറ്റിയാൽ അതിന്റെ അസ്സലാമലൈക്കും അല്ലേ? അർത്ഥം തന്നെ മാറിപ്പോകും. നബി സല്ലല്ലാഹു അതെ അലൈഹി അതെ. വസല്ലം അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ എന്ത് സലാം അങ്ങനെ എന്തോ പറഞ്ഞിട്ടാകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അതെ, പറഞ്ഞിരുന്നത്, അസ്സലാമു ശാപം അലൈക്കും പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ അതെ എന്തോ പറഞ്ഞു. സലാം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ്. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ അതൊരു തെറ്റായി പോകും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പലപ്പോഴും സലാം പറയുന്ന സമയത്ത്. അസ്സലാമു അതെ അലൈക്കും വറഹ്മത്തുള്ളാഹി ശരിക്കും ഹർക്കത്തുകളും മഖ്റജുകളും ശ്രദ്ധിച്ച് പറയാൻ നോക്കാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഒരു അതെ ടോപ്പിക് എടുത്തത് കൊണ്ട് പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അതെ അതെ, മാഷാ അല്ലാ മാഷാ അല്ലാ. അതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അസ്സലാമു അലൈക്കും തന്നെ പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു തന്നെ പറയണം. അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പറയണം. സലാം വാട്സപ്പില് പറയുന്നത് എളുപ്പത്തിന് ഇന്നാണ് കേട്ടോ. സലാം പറയും അസ്സലാം എന്നെല്ലാം പറഞ്ഞിട്ട് എളുപ്പത്തിന് ടൈപ്പ് ചെയ്തിട്ട് അയക്കുന്ന ആൾക്കാരും കുറേ അങ്ങനെ ആൾക്കാരുണ്ട്. അതിലൊരു എന്റെ ഹസ്ബൻഡിന്റെ മിസ്റ്റേക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞ അങ്ങനെ പറയാനേ പാടില്ല, നിങ്ങൾ ഒന്നിക്ക് വോയിസ് ഇട്ടിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറയാ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് എഴുതുമ്പോ അതുപോലെ തന്നെ എഴുതണം വസ്സലാം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവർ ഈ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് ഇത് രീതിയിൽ ഇങ്ങനെ അസ്സലാം അങ്ങനെ ഒരു രീതി ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ആയതാണ്. ഈ ഫ്രണ്ട്സിന് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ അതെ മെസ്സേജ് ഇങ്ങനെ സെലാഞ്ചിൽ അയച്ചപ്പോൾ ഓട് തിരിച്ച് അതുപോലെ അയച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായി. ഞാൻ എന്നിട്ട് അത് തിരുത്തി കൊടുത്തിട്ടുണ്ടായി. ഞാൻ പറഞ്ഞ ഒരിക്കലും അങ്ങനെ ആ ഒരു വസ്സലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആക്കി അയച്ച് പഠിക്കുക, അങ്ങനെ ചെയ്യരുത്, ഭയങ്കര തെറ്റാണ്, നമ്മൾ പ്രാർത്ഥന അത് എതിരായിട്ട് വരുന്നതാന്ന് പറഞ്ഞപ്പോ ഇപ്പൊ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അത് ശരിയാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അടുത്ത കാര്യം എന്താ പറയുന്നറിയോ? പിന്നെ ഈ സലാമിന്റെ കാര്യത്തിൽ തന്നെ ഒന്നുകൂടി പറയട്ടെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അന്യപുരുഷന്മാർക്ക് പറയരുത് എന്നുള്ളത് അത് ഇതുവരെ കേൾക്കാത്തതാണ് കേട്ടോ. അതെയാ, അത് പറയുന്നുണ്ടല്ലോ, അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോ നമ്മളെ പിയാപ്പിളിന്റെ ഉപ്പ, മറ്റേ മകന്റെ അമ്മോശ, അങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫോണിൽ നമ്മളെ വിളിക്കുമല്ലോ, അനിയത്തിന്റെ ഭർത്താവ്, ഓലൊക്കെ നമുക്ക് അന്യര് തന്നെയല്ലേ. അപ്പൊ അവരോട് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊക്കെ തെറ്റാണോ? അവരിങ്ങോട്ട് പറയൂ. അതെന്ന് വെച്ചാല് തെറ്റാവൂല. പക്ഷെ നമ്മൾ ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഇപ്പം മെയിനായിട്ട് തീരെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാര് വരുമ്പോ, ഒറ്റക്കാവുമ്പോ, നമ്മള് ഒരു സ്ത്രീ ആവുമ്പോ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോ ഈ സലാം പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാന്. അങ്ങനെ നമ്മള് ശരിക്കും ഒറ്റക്കാവുമ്പോ സംസാരിക്കാൻ തന്നെ പാടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ സലാം പോലും പറയാൻ പാടില്ല എന്നുള്ള നിലക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വിഷയം എന്ന് വെച്ചാല് അങ്ങനെ പിന്നെ അവിടെ ഒരു ഫിറ്റ്നൊന്നും പിന്നെ ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം ഉണ്ട്. പക്ഷെ കറക്റ്റ് എനിക്കറിയില്ല. അന്യപുരുഷന്മാരോട് സലാം പറയാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ ബന്ധുക്കള്, കുടുംബക്കള്, അങ്ങനെ അത് നോർമലി ഞാനൊരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോ വീട്ടിൽ ഒറ്റക്കാണ്, അപ്പൊ ഒരാള് ഫോൺ വിളിച്ചു കഴിഞ്ഞാല് നമ്മളെ സ്ത്രീകളെ ടൂണ് പ്രത്യേകിച്ച് ഒരു ആളുകൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള ടൂൺ ആവില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്നേഹത്തോടെ നമ്മൾ സലാം ചെല്ലും അടക്കുക. അപ്പൊ ആ ഒരു ടൂണില് ആവുമ്പോഴാണ് അപ്പുറമുള്ളവർക്ക് അപ്പൊ നമ്മള് പിന്നെ സംസാരിക്കുന്നത് പിന്നെ അവർ വേറെന്തെങ്കിലും രൂപത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറയുന്നത്. ഞാൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ 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 ആകർഷിക്കുന്ന രൂപത്തിലാവാതിരിക്കുക. ഫസ്റ്റ് സലാമിലൂടെ അല്ലേ നമ്മളിപ്പോ സ്ത്രീകളാകുമ്പോ അങ്ങോട്ട് നമ്മളിങ്ങോട്ട് സലാം ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിരിച്ച് നല്ലൊരു എന്താ പറയാ ആ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ സലാം അടിക്കുമ്പോ പിന്നെ അവർ ഏത് രൂപത്തിലാണ് ആ ഒരു ഭാഷ വരുന്നത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാനാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതെ, അവിടെ എല്ലായിടത്തും സൂക്ഷ്മത തന്നെയാണ് വിഷയം വരുന്നത്. ഇൻഷാ അല്ലാഹ്. പിന്നെ അടുത്ത കാര്യം എന്താന്ന് പറയാ പറയുന്നത്, ആരെങ്കിലും പിണങ്ങി, നമ്മളെ സഹോദരങ്ങൾ അല്ലെ ആരെങ്കിലും നമ്മളോട് പിണങ്ങിയാല് ആ പിണക്കം മാറ്റിയിട്ട് ആദ്യം സലാം പറയുന്നത് അവൻ ആരാണ്? ഖൈറുക്കുമാണ്, നിങ്ങളിൽ ഉത്തമനാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഒരു മുസ്ലിം അല്ലെ മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ തന്നെ പാടില്ല.
അപ്പം കണ്ടിട്ട് മുഖം തിരിച്ചു പോകാന്ന് പറയുന്നത് ഭയങ്കരമായ തെറ്റാണ്. അപ്പം അവിടെ ആദ്യം ആരാണോ സലാം പറഞ്ഞു തുടങ്ങുന്നത് അവനാണെന്ത് ഉത്തമൻ. അവരുടെ ഉത്തമൻ ആദ്യം സലാം പറയുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പിണങ്ങി മാറി നിൽക്കാന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല നമുക്ക് ചേർന്നതല്ല. അത് മാത്രം അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് അല്ലെ. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളെ സ്വർഗത്തിൽ നിന്ന് തടയുന്ന കാര്യമാണ്. അത് മാത്രല്ല നമുക്ക് ഈ ദുനിയാവിലില്ലേ ഒരു ഹൈറും ബർക്കത്തും ഉണ്ടാവില്ലല്ലോ. അത് ശരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ എന്താ അറിയോ, നമ്മളെ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആദ്യം സലാം പറയാൻ തോന്നുന്നത്. നമ്മൾ ആദ്യം സലാം പറഞ്ഞിട്ട് ആ ഒരു ഇതിലേക്ക് വരുമ്പോ വിട്ടുവീഴ്ച കൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്, അള്ളാഹു നമ്മളെ ദർജ ഉയർത്തുന്ന പറയുന്നത് അല്ലെ. വിട്ടുവീഴ്ച കൊണ്ട് ദർജയല്ലാതെ ഉയർത്തുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ ഞാനെന്ന ഭാവത്തോടെ അഹങ്കരിച്ച് നടക്കുമ്പോ അവിടെ അള്ളാഹ് നമ്മളെ തിരിഞ്ഞു നോക്കൂല. നമുക്ക് ഒരു തരത്തിൽ നമ്മള് മത്സരിച്ച് നമ്മള് വാശി പിടിച്ച് നമ്മള് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോ ആ നേട്ടങ്ങളൊന്നും എന്തായിരിക്കൂല, നമുക്കൊരു നേട്ടമായിരിക്കൂല. നേരെ മറിച്ച് നമ്മൾ അവിടെ തോറ്റു കൊടുത്ത് വിട്ടുവീഴ്ച കൊടുത്ത് മാപ്പ് കൊടുത്ത് അവിടെ ഒതുങ്ങി കഴിയുമ്പോഴോ നമ്മളറിയാതെ നമ്മളെ ദർജ അള്ളാഹു തആല ഒരുപാട് ഉയർത്തും. നമുക്ക് ഒരുപാട് ഹൈറും ബർക്കത്ത് അതിലൂടെ അള്ളാഹു തആല നൽകും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ആദ്യം സലാം പറഞ്ഞു തുടങ്ങാൻ അല്ലെ. തെറ്റിക്കഴിഞ്ഞാല് തെറ്റണ്ട, അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നന്നാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നമുക്ക് അതിനുള്ള ഒരു അവസരം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. പിന്നെന്താ പറയുന്ന അറിയോ, അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമർ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പൊ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഉത്തമർ ഒരു വിഭാഗം ആൾക്കാരാണ്. ആരാന്നറിയോ അത്? അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും. ആരെ കണ്ടാലാണോ അള്ളാഹുവിനെ ഓർമ്മ വരുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ. സുബ്ഹാനല്ലാഹ് അല്ലെ. അവരെ കാണുമ്പോ തന്നെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മ വരാന്നുള്ള ഒരു രീതിയിലുള്ള ആളുകള്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണെന്നാ പറഞ്ഞത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലെ. നമ്മളൊക്കെ ഈ ഒരു ഗണത്തിലൊക്കെ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെന്താ വരുന്നത്? അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അലാ ഉഖ്ബിറുക്കും ബിഖൈറിൻ നാസ്, ജനങ്ങളിൽ ഉത്തമർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതുപോലെ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോ പറഞ്ഞത് എന്താ വെച്ചാല് ഉത്തമർ ആരാണെന്ന് പറഞ്ഞത് കുതിരപ്പുറത്ത് കയറിയോ കഴുതപ്പുറത്ത് കയറിയോ സ്വന്തം കാൽ കൊണ്ട് നടന്നോ മരണം വരെ അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരാണെന്ന്. അള്ളാന്റെ മാർഗത്തിൽ ജീവിച്ച ആളുകൾ, അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആളുകൾ, അവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണെന്നാ പറയുന്നത്. പിന്നെ പറയുന്നത് 13ാമത്തെ കാര്യത്തെ ഖൈറുന്നാസി അള്ളാന്റെ മാർഗത്തിൽ ഒന്നും കൂടെ പറയാം. അള്ളാന്റെ മാർഗത്തില് പ്രവർത്തിച്ചവര്. പിന്നെ പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ. നമുക്കറിയാം അല്ലെ, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മവും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുമാരാണ് ജനങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യുന്ന പ്രവൃത്തി. അത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണെന്നാ പറഞ്ഞത്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ. പിന്നെ സത്യം മാത്രം പറയുന്നവൻ. സത്യം മാത്രം പറയാന്നുള്ളത് അത് നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ്. പിന്നെ ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നത്. 2 കാര്യം ഒരുമിച്ചാ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഉത്തമർ അടിച്ചു വാരപ്പെട്ട ഹൃദയമുള്ളവനും സത്യസന്ധമായ നാവുള്ളവനുമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, സദൂഖുൽ ലിസാനും മഹ്മൂമുൽ ഖൽബും, അൽ ഖൽബുൽ മഹ്മൂം വൽ ലിസാനു സ്വാദിഖ്. അടിച്ചു വാരപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടും അസൂയും കുറ്റവും കോഴൊന്നുമില്ലാത്ത, ഒന്നുമില്ല, ഒരു തരത്തിലുള്ള നീചവൃത്തിയും ഇല്ലാത്ത, വളരെ വിശുദ്ധി പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ധാർമ്മിക വിശുദ്ധി അങ്ങേയറ്റം പാലിച്ച് ജീവിക്കുന്ന, സംശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് എന്താ പറയുന്നത്, മഹ്മൂമുൽ ഖൽബ് എന്ന് പറയുന്നത്. പിന്നെ സദൂഖുൽ ലിസാനും, സത്യസന്ധമായ നാവുള്ള ആളുകൾ.
അല്ലെ? അതായത് ഈ മഹ്മൂമുൽ ഖൽബിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? ആരാണ് സഹാബാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്. സദൂഖുൽ ലിസാൻ ഓക്കെ, അത് നമുക്കറിയാം. എന്നാ ഈ മഹ്മൂമുൽ ഖൽബ് ആരാ? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവനും സംശുദ്ധ ജീവിതം നയിക്കുന്നവനുമാണവൻ. അവൻ പാപം ചെയ്യാത്തവനും അക്രമം ചെയ്യാത്തവനും വഞ്ചിക്കാത്തവനും അസൂയ വെച്ച് പുലർത്താത്തവനുമാണ്. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവണം നമുക്ക് ആരോടും, അല്ലെ? ഒരു ദേഷ്യം, വെറുപ്പോ, അസൂയ, വിദ്വേഷം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് ഓരോരുത്തർ അറിയാണ്ട് അൺമ്യൂട്ടാകുന്നതാ. അപ്പൊ സദൂഖുൽ ലിസാൻ, അല്ലെ? മഹ്മൂമുൽ ഖൽബ്, നല്ല നാവുള്ള, സത്യസന്ധമായ നാവുള്ള, നല്ല ഹൃദയത്തിന്റെ ഉടമകളായി തീരാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകള്, പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഒഴിവായി മാറി നിന്ന് ജീവിക്കുന്ന ആളുകള്. ഇതെത്ര കാര്യങ്ങളാ പറഞ്ഞല്ലേ? 16-17 കാര്യങ്ങളായി ഇപ്പൊ. അള്ളാഹുവിന്റെ റസൂലെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠത ആരാണെന്ന് ഇത് ഓരോ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ചോദിക്കപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വ്യത്യസ്ത മറുപടികളാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാം ഒരേ സമയത്ത് പറഞ്ഞതല്ല, വേറെ വേറെ സമയത്ത്. ഈ പറഞ്ഞ ഓരോ ക്വാളിറ്റീസും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇവിടെ ചോദിച്ചില്ലേ ആരാണ് ശ്രേഷ്ഠർ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, തന്റെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു വിശ്വാസി. എന്നിട്ട് വീണ്ടും ചോദിച്ചു ആരാണെന്ന്. അന്നേരം പറഞ്ഞു, എന്താ അറിയോ? ഏതെങ്കിലും ഒരു മലഞ്ചെരുവിലാണെങ്കിലും അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ടും മനുഷ്യരെ ഉപദ്രവിക്കുന്നത് വർജിച്ചുകൊണ്ടും ജീവിക്കുന്നവൻ. അതായത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാണ്ട് ഒരു ഒതുങ്ങിയില്ലേ, മലഞ്ചെരുവിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്യാണ്ട് ജീവിക്കുന്ന ഒരാള്. ഒന്ന് പറഞ്ഞത് ധനം കൊണ്ടും ദേഹം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വിശ്വാസി. മറ്റേതെന്താ? ഒരു ഉപദ്രവവും ചെയ്യാണ്ട് ഒന്നോ അനങ്ങാണ്ട് ഉണ്ടാണ്ട് ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്ന ആള്. സുബ്ഹാനല്ലാഹ്, അല്ലെ? കയ്യെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? വേറൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഓരോന്ന് ചോദിക്കുമ്പോ അത് ചെയ്യാതെ ഒന്നും കഴിയുന്നില്ലെങ്കിൽ നീ ഒരാൾക്കും ഒരു ഉപദ്രവം ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് മാറി ഇരുന്നാലെങ്കിലും മതി. അപ്പോഴും നിങ്ങക്ക് എന്താകാം? ഖൈറുക്കുമാകാം, അല്ലെ? നിങ്ങക്ക് ഉത്തമനാകാം. സുബ്ഹാനല്ലാഹ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ആവാനാണ് പരിശ്രമിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാണ്ട് മാറി നിൽക്കാനാ അല്ല, അല്ലെ? ഒന്നും കഴിയുന്നില്ലെങ്കിലാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഒരു ഗണത്തില് നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിട്ട് പരിശ്രമിക്കാം. അപ്പൊ നമുക്ക് ആരാകാൻ സാധിക്കും? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അല്ലേ? അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹു ഏറ്റവും ഉത്തമരാണെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെടാനും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും മരണം വരെ സൽക്കർമ്മങ്ങളിലായിക്കൊണ്ട് ജീവിക്കാനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ. അതാ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും അത് മരണം വരെ നിലനിർത്താനും റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന കുറ്റങ്ങൾ, മനുഷ്യനാണ്, മനുഷ്യ സഹജമാണ്, തെറ്റുകൾ സംഭവിച്ചേക്കാം, പാളിച്ചകൾ, വീഴ്ചകൾ, പോരായ്മകൾ ഒരുപാടുണ്ടാകാം. അള്ളാഹുവേ അതെല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ചെയ്തു പോയ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റി തിന്മകൾക്ക് പകരമായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. ജീവിതത്തിന്റെ മുഴുവൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് നല്ല ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ.
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രോഗികളായും മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നീ രോഗശമനം, ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇസ്ലാം ആയതിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലരും പ്രയാസം അനുഭവിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബേ. അവർക്കൊക്കെയും നീ ക്ഷമ നൽകണേ അല്ല. അവർക്കൊക്കെയും നീ സമാധാനപൂർണമായ സന്തോഷത്തോടെയുള്ള നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നത് വരെ അള്ളാഹുവെ നിനക്ക് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നല്ല ആഫിയത്ത്, സിഹ്ഹത്ത്, ഖുവ്വത്ത്, നശാത്ത് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈമാനോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് മരണം കൈവരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ മഹ്ശറാ ലോകത്ത് വിചാരണയില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.